ആയിട്ട് നാലമ്പല യാത്രക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ ഈശോനോട് പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവൾ നല്ല ഇൻട്രോ എല്ലാം പറയുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് ഷോർട്സും അതെല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരും കുടുംബശ്രീ അംഗങ്ങളും എല്ലാം ചേർന്നിട്ടാണ് നാലമ്പല യാത്ര പോകുന്നത്. ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ഈ കർക്കിടക മാസത്തിൽ നാലമ്പല യാത്ര പുണ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കും ഒരവസരം കിട്ടിയിട്ട് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ പോയത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. അത് കഴിഞ്ഞ് കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിൽ, അത് കഴിഞ്ഞ് മൂഴികുളങ്ങര ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും, പിന്നെ പായമ്മ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലുമാണ് പോയത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഒരു ചിറയുണ്ട്, അവിടെ മീനൂട്ട് വഴിപാടുണ്ട്, വെടി വഴിപാടുണ്ട്. നമ്മൾ മീനൂട്ട് വഴിപാടാണ് നടത്തിയത്. മീനുകൾക്ക് ചിറയിൽ ഭക്ഷണം കൊടുക്കുക. 4 ക്ഷേത്രത്തിലും ചിറകളുണ്ട്, അവിടെ എല്ലാം മീനുണ്ട്, വലിയ വലിയ മീനുകളെല്ലാം ഉണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നമ്മൾ ഫസ്റ്റ് പ്രവേശിച്ച് ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് ചിറ വഴി ചുറ്റിയിട്ടാണ്. അത് നല്ലൊരു അടിപൊളി നല്ല ഭംഗിയാണ് അത് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പായമ്മൽ എത്തിക്കഴിഞ്ഞ് പായമ്മൽ ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തൃപ്രയാർ തന്നെ എത്തണം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ട് വീണ്ടും ഒന്ന് തൊഴുതിട്ട് മാത്രമേ നമ്മൾ നാലമ്പല ദർശനം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈശോനോട് പറഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഈശോന് ഇഷ്ടമില്ല, ജസ്റ്റ് ഇഷ്ടമില്ലാണ്ട് മനസ്സില്ലാണ്ട് ആ ഒരു കറങ്ങുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും തൃപ്രയാറിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയി. ഗുരുവായൂർ അമ്പലത്തിൽ കയറി 3-3:30 ആ സമയം ആയതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നട അടച്ചിട്ടാണ് ഉണ്ടായേ. അതുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനെ ദർശനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. ബസ്സിൽ അവസാനം നല്ല പാട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം രാത്രി പാട്ടും ഡാൻസും അടിപൊളി ഒരു ദിവസമായിരുന്നു. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു യാത്ര പോകുമ്പോൾ ഒരു സുഖമല്ലേ, ഒരു സന്തോഷം. അങ്ങനെ അടിപൊളിയൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. സൂപ്പറായി അവസാനിച്ചു.